Hello students, welcome back to Plus 2 Economics Online Classroom. എല്ലാവരും വീടുകളിൽ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. പ്രീവിയസ് ക്ലാസ്സിൽ കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോപ്പ് ഡഗ്ലാസ് ഉൽപാദന ധർമ്മം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. വളരെ വ്യക്തമായിട്ട് നമ്മൾ അത് പഠിച്ചു. അതോടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ എന്ന പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള കോസ്റ്റ്, ചെലവുകളെ കുറിച്ചാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്താണ് കോസ്റ്റ്? വാട്ട് ഈസ് കോസ്റ്റ്? എന്താണ് ചെലവുകൾ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? കോസ്റ്റ് ആർ ദി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി ഇൻഡിവിജ്വൽസ്. വ്യക്തികൾ വഹിക്കുന്ന എക്സ്പെൻസുകളാണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കോസ്റ്റ് അതുപോലെ എക്സ്പെൻസ്, ഈ രണ്ട് ടേമും സിനോണിം ടേമാണ് അല്ലേ? ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. വി നോ ദാറ്റ് കൺസ്യൂമേഴ്സ് ഇൻക്വയർ ദെയർ ഓൺ കോസ്റ്റ് ആസ് വെൽ ആസ് പ്രൊഡ്യൂസേഴ്സ് ഇൻക്വയർ ദെയർ ഓൺ കോസ്റ്റ്. ഉൽപാദകരും അതുപോലെ ഉപഭോക്താക്കളും അവരുടേതായിട്ടുള്ള ചെലവുകൾ വഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദി കോസ്റ്റ് ആർ ഇൻക്വയർഡ് ബൈ ദി കൺസ്യൂമേഴ്സ് ഫോർ consuming goods and services, and the costs are incurred by the producers for producing goods and services. സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഉപഭോഗം ചെയ്യുന്നതിനുള്ള ചെലവുകളാണ് ഒരു ഉപഭോക്താവ് വഹിക്കുന്നത്. എന്നാൽ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചെലവുകളാണ് ഒരു ഉൽപാദകൻ വഹിക്കുന്നത്. സിമ്പിൾ ആണല്ലോ. ആ ഡിഫറൻസ് നിങ്ങളുടെ മനസ്സിൽ വേണം. അതായത് കൺസംഷന് വേണ്ടിയുള്ള എക്സ്പെൻസുകളാണ് ഒരു കൺസ്യൂമർ വഹിക്കുന്നത് അല്ലെങ്കിൽ ഇൻക്വയർ ചെയ്യുന്നത്. എന്നാൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകളാണ് ഒരു പ്രൊഡ്യൂസർ, ഒരു ഉൽപാദകൻ വഹിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ദീസ് ടു ടേംസ് ആർ ഇന്റർ റിലേറ്റഡ്. ഉൽപാദനം, ചെലവ്, ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതായത് ഫോർ ദി പ്രൊഡക്ഷൻ പ്രോസസ് ദർ വിൽ ബി റിക്വയർ സം കൈൻഡ് ഓഫ് കോസ്റ്റ്. ഉൽപാദന പ്രക്രിയയിൽ അതിൻ്റെതാവശ്യമായ ചെലവുകൾ ഉണ്ടായിരിക്കും അല്ലേ? നമുക്കറിയുന്ന കാര്യമാണ്. ഉൽപാദനം ഏതുമായിക്കോട്ടെ, ആ ഉൽപാദനത്തിൽ അതിനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഉണ്ടായിരിക്കും. സം കൈൻഡ് ഓഫ് കോസ്റ്റ്. പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനത്തിനാവശ്യമായ ചെലവുകളെ വിളിക്കുന്ന പേരാണ് ഉൽപാദന ചെലവുകൾ. സിമ്പിൾ ആണല്ലോ? ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവുകൾ. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ദ ഫേം ഓർ പ്രൊഡ്യൂസർ നീഡ് ടു എംപ്ലോയ് ഇൻപുട്സ്. നമുക്കറിയുന്ന കാര്യമാണല്ലേ? ഉൽപാദന പ്രക്രിയയിൽ ഒരു ഉൽപാദകൻ നിവേശങ്ങളെ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളെ ഉപയോഗിക്കണം. അത് നിർബന്ധമായ കാര്യമാണ് അല്ലേ? കാരണം ഇൻപുട്ടുകൾ ഉണ്ടെങ്കിലേ അത് ഔട്ട്പുട്ടാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. നമുക്കറിയുന്ന കാര്യമാണ്. Therefore, cost refers to all the expenses incurred by the producer to produce goods and services. സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉൽപാദകന് ആവശ്യമായി വരുന്ന എല്ലാ എക്സ്പെൻസുകളെയുമാണ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു മീനിങ് ആണ് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. ഇനി കോസ്റ്റുകൾക്കുള്ള എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് വൺ, റെന്റ്, വാടക. സെക്കൻഡ് വൺ, വേജസ് ഓർ സാലറി, വേതനം അല്ലെങ്കിൽ ശമ്പളം. തേർഡ് വൺ, ഇൻട്രസ്റ്റ്, പലിശ. ഫോർത്ത് വൺ, ഇൻഷുറൻസ് പ്രീമിയം. നെക്സ്റ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. അനദർ ഈസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, എക്സ്പെൻസ് ഫോർ ട്രെയിനിങ് എംപ്ലോയീസ്. ഫൈനലി, വെയർ ആൻഡ് ടിയർ ഓർ ഡിപ്രീസിയേഷൻ, തേയ്മാന ചെലവുകൾ എന്ന് പറയും. ഓക്കെ, ഇത്ര മാത്രമല്ല, ഇനിയും ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. അപ്പോൾ കോസ്റ്റ്, ചെലവുകൾക്കുള്ള കുറച്ച് എക്സാമ്പിളുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? പോയിന്റുകൾ മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമല്ല. ക്ലിയർ ആണല്ലോ? ഇനി ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ, ചെലവ് ധർമ്മം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വി നോ ദാറ്റ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നിവേശങ്ങളും ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറയുന്നതാണ് ഉൽപാദന ധർമ്മം. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. അതായത് ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള റിലേഷൻ,
നിവേശങ്ങളും ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ നോക്കിക്കേ, ഇൻപുട്സ് നിവേശങ്ങൾ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇവ നാലുമാണ് ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഘടകങ്ങൾ എല്ലാതും പറയും. ഓക്കെ, എല്ലാം ഒരേ കാര്യം തന്നെയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇൻപുട്ടുകൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർക്ക് കോസ്റ്റ് ഉണ്ട് അല്ലേ, ചെലവുകളുണ്ട്. ഈ 4 ഇൻപുട്ടുകൾ ഉപയോഗിക്കാനും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതൊരു ചെലവാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു അല്ലെ, റിലേഷൻ ഉണ്ട്. ആ റിലേഷനെ പറയുന്നതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇൻപുട്ടിന് ആവശ്യമായി വരുന്ന ചെലവുകളും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലേ. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ആ ഇൻപുട്ടിന് ആവശ്യമായി വരുന്ന കോസ്റ്റ്, ചെലവുകളും ഔട്ട്പുട്ടും തമ്മിലൊരു ബന്ധം ഉണ്ട് അല്ലെ. ആ ബന്ധത്തിനെ പറയുന്നതാണ് ചെലവ് ധർമ്മം അല്ലെങ്കിൽ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഫംഗ്ഷൻ. ചെലവും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധത്തെ പറയുന്നതാണ് ചെലവ് ധർമ്മം. വളരെ സിമ്പിൾ ആണല്ലോ. എന്താണെന്ന് നമ്മൾ പഠിച്ചു. വി നോ ദാറ്റ് objective or aim of any producer is maximum profit or profit maximization. ഏതൊരു ഉൽപാദകന്റെയും ലക്ഷ്യം ലാഭം പരമാവധിയാക്കുക എന്നാണ്, നമുക്കറിയുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, പ്രോഫിറ്റ് എങ്ങനെ മാക്സിമൈസ് ചെയ്യണമെന്നാണ്, എങ്ങനെ പരമാവധിയാക്കണമെന്നാണ്? വിത്ത് ലോ കോസ്റ്റ്, കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം നേടുക എന്നാണ് ഏതൊരു പ്രൊഡ്യൂസറുടെയും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം. ദാറ്റ് ഈസ് maximum profit or profit maximization with low cost or lower cost. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം നേടുക എന്നാണ് ഏതൊരു ഉൽപാദകന്റെയും ലക്ഷ്യം. ഓക്കെ ആണല്ലോ. നിങ്ങൾ നോക്കിക്കേ, അതുകൊണ്ട് ഏതൊരു ഉൽപാദകനും എന്ത് കാര്യത്തിലും ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ നോക്കുള്ളൂ. അതായത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ ഇൻപുട്ടുകൾ ഉപയോഗിക്കണം, നിവേശങ്ങൾ ഉപയോഗിക്കണം എന്ന കാര്യം നമുക്ക് അറിയാം. അതിൽ തന്നെ ഒരു പ്രൊഡ്യൂസർ ഏറ്റവും ചെലവ് കുറഞ്ഞ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷനുകളായിരിക്കും ഉപയോഗിക്കുക. ഏറ്റവും ചെലവ് കുറഞ്ഞ നിവേശങ്ങളുടെ കോമ്പിനേഷനുകളായിരിക്കും ഉപയോഗിക്കുക. കാരണം ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ലേബർ ആൻഡ് ക്യാപിറ്റൽ, ദീസ് ആർ ദി 2 ഇൻപുട്സ് യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ പ്രോസസ്. ഈ 2 നിവേശങ്ങളാണ് ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഒരു ഉൽപാദകൻ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും, തൊഴിലാളികളുടെയും മൂലധനത്തിന്റെയും വിവിധ കോമ്പിനേഷനുകൾ ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ കുറച്ച് കോമ്പിനേഷനുകൾ എഴുതിയിട്ടുണ്ട്, എക്സാമ്പിൾ മാത്രമാണ്. ഇതിൽ ഏത് ഇൻപുട്ടാണ് ഏറ്റവും കോസ്റ്റ് കുറവ് എന്ന് ഒരു പ്രൊഡ്യൂസർ നോക്കും. ഇതിൽ ഏറ്റവും കോസ്റ്റ് കുറവായ ഇൻപുട്ട് കോമ്പിനേഷൻ ഏതാണോ അതായിരിക്കും ഒരു പ്രൊഡ്യൂസർ ഉപയോഗിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുക. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ. എന്താണ് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ? അതായത് ഏതൊരു ഉൽപാദന പ്രക്രിയയിലും ഒരു ഉൽപാദകൻ തിരഞ്ഞെടുക്കുന്നത് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ ആയിരിക്കും. ഏറ്റവും ചെലവ് കുറഞ്ഞ ഇൻപുട്ടുകളുടെ കോമ്പിനേഷനുകളായിരിക്കും. അപ്പോൾ എങ്ങനെ പറയാം? ദ ഒബ്ജക്റ്റീവ് ഓഫ് എനി പ്രൊഡ്യൂസർ ഈസ് മാക്സിമം പ്രോഫിറ്റ് വിത്ത് ലോ കോസ്റ്റ്. അതിനു വേണ്ടിയിട്ട് ഒരു കൺസ്യൂമർ എന്താണ് തിരഞ്ഞെടുക്കുക? ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ ആയിരിക്കും. ഏറ്റവും ചെലവ് കുറഞ്ഞ നിവേശങ്ങളുടെ കോമ്പിനേഷനുകൾ അല്ലെങ്കിൽ ഇൻപുട്ടുകളുടെ കോമ്പിനേഷനുകളായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. എക്സാമ്പിൾ മാത്രമാണ്, ഞാൻ ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരിക എന്നറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഇൻപുട്ട് കോമ്പിനേഷൻ അതായിരിക്കും ഒരു പ്രൊഡ്യൂസർ തിരഞ്ഞെടുക്കുക. ഓക്കെ ആണല്ലോ. അതായത് ഏതൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനും ഒരു പ്രൊഡ്യൂസർ ആദ്യം നോക്കുന്ന കാര്യം എന്തായിരിക്കും? ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ ഏതാണോ എന്നായിരിക്കും. അതായത് ആ ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ നിവേശങ്ങളുടെ കോമ്പിനേഷൻ ഏതാണ് എന്നായിരിക്കും. അതായിരിക്കും ഒരു പ്രൊഡ്യൂസർ തിരഞ്ഞെടുക്കുക. അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഔട്ട്പുട്ടുകൾ ഉണ്ടാക്കുക. ദാറ്റ് ഈസ് കോസ്റ്റ് മിനിമൈസേഷൻ, ചെലവ് ചുരുക്കുക. അപ്പോൾ 2 ഒബ്ജക്റ്റീവുകളാണുള്ളത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ പറയാം? ഒബ്ജക്റ്റീവ് ഓഫ് എനി പ്രൊഡ്യൂസർ ഈസ് മാക്സിമം പ്രോഫിറ്റ് ആൻഡ് മിനിമം കോസ്റ്റ് ഓർ കോസ്റ്റ് മിനിമൈസേഷൻ. പരമാവധി ലാഭമാണ്, എന്നാലോ ഏറ്റവും കുറവ് ചെലവും. സിമ്പിൾ ആണല്ലോ. ഓക്കെ ആണ്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കോസ്റ്റ്.
വിവിധ തരം ചെലവുകൾ. ദർ ആർ ടു ടൈപ്സ് ഓഫ് കോസ്റ്റ്. രണ്ട് തരം ചെലവുകളാണ് ഉള്ളത്. ദേ ആർ ഫസ്റ്റ് വൺ ഫിക്സ്ഡ് കോസ്റ്റ്, സ്ഥിര ചെലവുകൾ. സെക്കൻഡ് വൺ വേരിയബിൾ കോസ്റ്റ്, വിഭേദക ചെലവുകൾ. ദീസ് ആർ ദി ടു ടൈപ്സ് ഓഫ് കോസ്റ്റ്. ഇവയാണ് രണ്ട് തരം ചെലവുകൾ. ഫസ്റ്റ് വൺ ഫിക്സ്ഡ് കോസ്റ്റ്, സ്ഥിര ചെലവുകൾ. വി നോ ദാറ്റ് ഫിക്സ്ഡ് ഇൻപുട്ട്, സ്ഥിര നിവേശങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു? ഫിക്സ്ഡ് ഇൻപുട്സ് ആർ ദോസ് ഇൻപുട്സ് വിച്ച് ഡസ് നോട്ട് വേരി വിത്ത് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കാത്ത നിവേശങ്ങളാണ് സ്ഥിരം നിവേശങ്ങൾ. നമുക്കത് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്തായിരിക്കും ഫിക്സ്ഡ് കോസ്റ്റ്? എന്തായിരിക്കും സ്ഥിര ചെലവ് എന്ന് പറഞ്ഞാൽ? ഫിക്സ്ഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡസ് നോട്ട് വേരി വിത്ത് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കാത്ത അല്ലെങ്കിൽ മാറ്റം വരാത്ത ചെലവുകളാണ് സ്ഥിര ചെലവുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ? എക്സാമ്പിളുകൾ ശ്രദ്ധിച്ചോളൂ. കോസ്റ്റ് ഓഫ് ലാൻഡ്, ഭൂമിക്കുള്ള ചെലവ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ, കോസ്റ്റ് ഓഫ് മെഷീനറി, മെഷീൻസിനുണ്ടാകുന്ന ചെലവുകൾ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ, കോസ്റ്റ് ഓഫ് പെർമനന്റ് എംപ്ലോയീസ്, സ്ഥിര ജോലിക്കാർ. ആ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ആ കമ്പനിയിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, പെർമനന്റ് എംപ്ലോയീസ്. പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും പെർമനന്റ് എംപ്ലോയീസിന് അവർക്ക് കൃത്യമായിട്ട് സാലറി കൊടുക്കേണ്ടി വരും. അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, സ്ഥിര ചെലവാണ്. ഉൽപ്പന്നം മാറിയാലും മാറിയിട്ടില്ലെങ്കിലും ഇത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് പെർമനന്റ് ഇൻകം ആണത്. ഓക്കെ ആണല്ലോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 3 എക്സാമ്പിൾസ് ഓക്കെ ആണല്ലോ? കോസ്റ്റ് ഓഫ് ലാൻഡ്, കോസ്റ്റ് ഓഫ് മെഷീനറീസ് ആൻഡ് കോസ്റ്റ് ഓഫ് പെർമനന്റ് എംപ്ലോയീസ്. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റം വരാത്ത അല്ലെങ്കിൽ മാറ്റം സംഭവിക്കാത്ത ചെലവുകളാണ് സ്ഥിരം ചെലവുകൾ. നെക്സ്റ്റ് വേരിയബിൾ കോസ്റ്റ്. എന്തായിരിക്കും വിഭേദക ചെലവുകൾ? നമുക്ക് എന്താണ് വേരിയബിൾ ഇൻപുട്സ്, വിഭേദക നിവേശങ്ങൾ എന്താണെന്ന് അറിയാം. എന്തായിരുന്നു? വേരിയബിൾ ഇൻപുട്സ് ആർ ദോസ് ഇൻപുട്സ് വിച്ച് ചേഞ്ച് ഓർ വേരി വിത്ത് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്ന നിവേശങ്ങളാണ് വിഭേദക നിവേശങ്ങൾ. അപ്പോൾ എന്തായിരിക്കും വിഭേദക ചെലവ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വേരി ഓർ ചേഞ്ച് വിത്ത് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്ന ചെലവുകളാണ് വിഭേദക ചെലവുകൾ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിനുള്ള എക്സാമ്പിളുകൾ ശ്രദ്ധിച്ചോളൂ. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്. സെക്കൻഡ്, കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഫ്യൂവൽ. സിമ്പിൾ ആണല്ലോ. തേർഡ് പോയിന്റ് നോക്കിക്കേ, കോസ്റ്റ് ഓഫ് ടെമ്പററി എംപ്ലോയീസ്, താൽക്കാലിക ജീവനക്കാർക്കുള്ള ചെലവ്. അത് വേരിയബിൾ കോസ്റ്റ് ആണ്. ഫൈനൽ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് എന്ന പാർട്ടിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചോളൂ. ഷോർട്ട് റൺ കോസ്റ്റ്, ഹ്രസ്വകാല ചെലവുകൾ. ദെൻ ലോങ് റൺ കോസ്റ്റ്, ദീർഘകാല ചെലവുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ, ഹ്രസ്വകാല ഉൽപാദനം എന്താണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു? സം ഇൻപുട്സ് ആർ വേരിയബിൾ ഇൻപുട്സ്, അതേഴ്സ് ആർ കീപ്പിംഗ് കോൺസ്റ്റന്റ്. ചില നിവേശങ്ങൾ വിഭേദക നിവേശങ്ങളായിരിക്കും, എന്നാൽ ചിലത് സ്ഥിര നിവേശങ്ങളായിരിക്കും. ആ കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. ആണല്ലോ? ഇനി നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ എന്തായിരിക്കും ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? സം കോസ്റ്റ് ആർ വേരിയബിൾ കോസ്റ്റ്, അതേഴ്സ് കോസ്റ്റ് ആർ ഫിക്സ്ഡ് കോസ്റ്റ്. ഹ്രസ്വകാലത്തില് ചില ചെലവുകൾ വിഭേദക ചെലവുകളായിരിക്കും, എന്നാൽ ബാക്കിയുള്ളതോ സ്ഥിരം ചെലവുകളായിരിക്കും. ഓക്കെ ആണല്ലോ? അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തായിരിക്കും ലോങ് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ദീർഘകാല ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഇൻ ദി ലോങ് റൺ ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ കോസ്റ്റ്. എല്ലാ ചെലവുകളും എന്തായിരിക്കും? വിഭേദക ചെലവുകളായിരിക്കും. സിമ്പിൾ ആണല്ലോ? അപ്പോൾ എന്താണ് ഷോർട്ട് റൺ കോസ്റ്റ്? ഹ്രസ്വകാല ചെലവുകൾ എന്ന് പറഞ്ഞാൽ സം കോസ്റ്റ് ആർ വേരിയബിൾ കോസ്റ്റ്, അതേഴ്സ് ആർ ഫിക്സ്ഡ് കോസ്റ്റ്. ചില ചെലവുകൾ വിഭേദക ചെലവും ചിലത് സ്ഥിരം ചെലവുകളും ആയിരിക്കും. ഓക്കെ ആണല്ലോ? എന്താണ് ലോങ് റൺ കോസ്റ്റ്? ദീർഘകാല ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഓൾ ദി കോസ്റ്റ് ആർ വേരിയബിൾ കോസ്റ്റ്. എല്ലാ ചെലവുകളും വിഭേദക ചെലവുകളായിരിക്കും. സിമ്പിൾ ആണല്ലോ? അപ്പോൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ ഷോർട്ട് റൺ കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്കിൽ. എക്സാമിന് എപ്പോഴും ടേബിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.